സൂറത്ത് അൽ കഹ്ഫ് 18-ാമത്തെ അധ്യായം, അതിലെ 50-51 ആയത്തുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 49 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊരു നല്ല സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന 2 ആയത്തുകൾ, 50-51 ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. 50-51 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. 47-ാമത്തെ വചനത്തിൽ പറഞ്ഞത് യൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നടത്തുന്നതിനെക്കുറിച്ചാണ്. അതായത് ലോകാവസാന സമയത്തുണ്ടാകുന്ന അതിഭയാനകമായ സംഭവങ്ങളെക്കുറിച്ചും അതിഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചും അവിടെ പറഞ്ഞു. തുടർന്ന് അള്ളാഹു മനുഷ്യരെ രണ്ടാമത് പുനർജീവിപ്പിച്ച് കൊണ്ടുവന്ന് വിചാരണക്കെടുക്കുന്ന രംഗം, അവരുടെ ഗ്രന്ഥം അവർക്ക് കയ്യിൽ കൊടുക്കുന്ന വവുലി അൽ കിതാബ്, രേഖകൾ കൈകളിൽ വെക്കപ്പെടുന്ന സന്ദർഭം. ആ സമയത്ത് ഭയവിഹുലരായി തങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുമ്പോഴുണ്ടാകുന്ന അവിശ്വാസികളുടെ, കുറ്റവാളികളുടെ, അധർമ്മകാരികളുടെ വെപ്രാളവും വ്യസനവും ഖേദവുമൊക്കെയാണ് പിന്നീടുള്ള ആയത്തിൽ പറഞ്ഞത്. അതേപോലെ തന്നെ ധനം, അതേപോലെ തന്നെ മറ്റ് ജീവിത സൗകര്യങ്ങളെ കൊണ്ട് ധിക്കാരികളും അഹങ്കാരികളുമായ ആളുകളെക്കുറിച്ചും നേരത്തെ പറഞ്ഞു. ഇനി പറയുന്നത് ഒരു വർഗമഹാത്മ്യം, അതായത് മനുഷ്യനേക്കാളും ഉത്തമനാണ് ഞാൻ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്, ഞാൻ സൃഷ്ടിക്കപ്പെട്ട തീയിൽ നിന്നാണ് എന്ന ഒരു ഔന്നിത്യത്താൽ മനുഷ്യന് സുജൂദ് ചെയ്യാൻ വേണ്ടി, തലകുനിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ധിക്കാരിയായി തീർന്ന ഇബ്ലീസിനെക്കുറിച്ച്, പിശാചിനെക്കുറിച്ച്, മനുഷ്യൻ്റെ ജന്മശത്രുവായ, ഏറ്റവും വലിയ ശത്രുവായ പിശാചിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ് പിശാചിനെ കുറിച്ചുള്ള അറിവ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യവർഗത്തിൻ്റെ മഹത്വം സ്ഥാപിക്കാനും മനുഷ്യൻ എത്രമാത്രം ആദരണീയനാണ് എന്ന് ബോധ്യപ്പെടുത്താനും അള്ളാഹു മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇക്റാമൻ വ തഅലീമൻ, ഒരാദരവും മഹത്വപ്പെടുത്തലുമായിക്കൊണ്ട്. അതോടൊപ്പം വ ഇംതിസാലൻ ലി അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നതിൻ്റെ, സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ഒരു സുജൂദിന് വേണ്ടി കൽപ്പിച്ചു. പക്ഷേ പിശാച് സുജൂദ് ചെയ്തില്ല. അസ്ജുദു ലിമൻ ഖലഖത ത്വീനൻ, നീ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഒരാൾക്ക് ഞാൻ സുജൂദ് ചെയ്യുകയോ, അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാളും ഉത്തമനാണ് എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെ പിതാവായിട്ടുള്ള ആദം നബി അലൈഹിസ്സലാമിൻ്റെയും ശത്രുവായി തീർന്നിരിക്കുകയാണ് ആര്? പിശാച്, ഇബ്ലീസ്. നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിൻ്റെയും പരമകാരുണികനായ അള്ളാഹുവിൻ്റെയും ശത്രു എങ്ങനെ നമുക്ക് മിത്രമാകും? അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പിശാചിൻ്റെ ഒരു പ്രേരണക്കും
പിശാചിൻ്റെ ഒരു കൽപ്പനകൾക്കും പ്രലോഭനങ്ങൾക്കും ഞാൻ വിധേയമാവുകയില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. പാടില്ലാത്ത കാര്യമാണെന്ത്? ആജീവനാന്ത് നമ്മളൊരാളെ ശത്രുവായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് മനുഷ്യരിൽ പെട്ട. പക്ഷേ പലപ്പോഴും അങ്ങനെ ഏതെങ്കിലും ചില അയൽവാസികളെയോ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിലുണ്ടായ ചില വൈകാരിക നിമിഷങ്ങളിലുണ്ടായ ചില സംഘടനകളുടെ ഭാഗമായി ചിലരെയൊക്കെ നമ്മൾ ശത്രുവായി, അങ്ങനെ വിശ്വാസികൾ തമ്മിൽ മിണ്ടാതിരിക്കാനോ 3 ദിവസത്തിലധികം വെറുപ്പ് വെക്കാനൊക്കെ പറ്റില്ല. നമ്മുടെ അമലുകൾ പോലും അള്ളാഹുവിലേക്ക് ഉയരാതെ പോകും. എന്നാൽ പോലും ഒരാവശ്യവുമില്ലാതെ തനിക്ക് ശത്രുവിനെ ഉണ്ടാക്കുകയും ആ ശത്രുവുമായിട്ട് കേസും പ്രശ്നങ്ങളുമായിട്ട് ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടുന്ന വിഡ്ഢികളെ നമ്മൾ ധാരാളമായി ജീവിതത്തിൽ കാണുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ ശത്രുവാക്കണമെന്ന് അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന ശൈത്താൻ ലക്കും അദു ഫത്തഹിദുഹു അദുവ. അവൻ നിങ്ങൾ ശത്രുവാക്കണം എന്ന് തന്നെ പ്രത്യേകമായി അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പിശാചിനെ സദാസമയവും അവന് ഞാൻ കീഴ്പ്പെടില്ല, അവൻ്റെ പ്രലോഭനങ്ങൾക്കും അവന് ഞാൻ അനുസരിക്കുന്ന പ്രശ്നമില്ല എന്ന ഒരു സമര പോരാട്ടത്തിലാണ് ഒരു വിശ്വാസി അവൻ്റെ ആത്മീയമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നതിൻ്റെ ആശയം. നമുക്ക് വായിച്ചു നോക്കാം. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം വഇദ് ഖുൽനാ ലിൽ മലായിക. നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. മലക്കുകൾ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ സൃഷ്ടികളാണ്. പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. മലക്കുകളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക്, അതായത് അദൃശ്യ ലോകത്തുള്ളതാണ്. എന്നാൽ മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജിബ്രീലിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആകാശത്തെ മുഴുവനും മറക്കുമാറ് 600 ചിറകുകളുള്ള അതിഭീമമായ വലിപ്പത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചക്രവാളത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകൾ ആദരണീയരായ അള്ളാഹുവിൻ്റെ ദാസന്മാരെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു എന്തൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. വളരെ അപൂർവമായി മാത്രമേ ഭൗതികമായ കാഴ്ചകൾക്ക് ഈ മലക്കുകളെ വിധേയമാക്കിയിട്ടുള്ളൂ. അതായത് നമ്മൾ പല സന്ദർഭങ്ങളിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കരെ കണ്ടതായിട്ട് നമ്മൾ പറയുന്നു. നബിൻ്റെ സദസ്സിൽ വന്ന് സംശയം ദൂരീകരിക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അത്തരം ഭൗതികമായ ചില സാഹചര്യങ്ങളിൽ മലക്കുകളെ കണ്ടത് അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് കാണാൻ കഴിയാത്ത ഉപരിലോകത്ത് നമ്മുടെ കാഴ്ചകൾക്ക് അതീതമായിട്ടാണ് മലക്കുകൾ ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു. എന്താണ്? വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. അപ്പോൾ പൊതുവെ ആളുകൾ ഉണ്ടാക്കുന്നൊരു വസ്വാസം ഉണ്ട്. എന്താണ്? എങ്ങനെ ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറ്റും? അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മനുഷ്യന് സുജൂദ് ചെയ്താൽ എന്ത് ചെയ്യാണ്? അത് ശിർക്കല്ലേ? അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ലേ എന്നാണ് പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സുജൂദാണോ? യഥാർത്ഥത്തിൽ സുജൂദാണോ? അത് ഒരു തലകുനിക്കൽ മാത്രമാണ്. ഒരാദരവിൻ്റെ ഭാഗമായ തലകുനിക്കൽ മാത്രമാണ്. ആരാധനയുടെ ഭാഗമായിട്ട് സുജൂദല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ആവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൽപ്പിക്കുന്നതോടുകൂടെ പിന്നിൽ ശിർക്കും തൗഹീദുമില്ല. അള്ളാഹു കൽപ്പിച്ചാൽ പിന്നൊരു വിശ്വാസം അത് ചെയ്യണം. അതവൻ്റെ ആരാധനയായി, അവൻ്റെ ദീനായി. അപ്പോൾ അള്ളാഹു പറഞ്ഞാൽ പിന്നെന്ത് ചെയ്തു? അത് മതമായി തീർന്നു. അവിടെ അത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. അതിൽ വേറൊരു കൺഫ്യൂഷൻ്റെ ആവശ്യവുമില്ല എന്നർത്ഥം. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ള സുജൂദ്. പിന്നെ പൊതുവെ ആ മലക്കല്ലല്ലോ ഇബ്ലീസ്. പിന്നെ എങ്ങനെയാണ് ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ, മലക്കോടല്ലേ പറഞ്ഞത് എന്ന് കൺഫ്യൂഷനൊക്കെ. അതായത് അള്ളാഹു ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞ കൽപ്പനയിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമോ? അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നും വളരെ കൃത്യമായിട്ട് മലക്കളത് ചെയ്തു എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കും. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരെയാണ് അറക്കുന്നത്? മകനെ. അപ്പോൾ മകനെ അറക്കുന്നത് കുടുംബബന്ധം വിച്ഛേദിക്കലാണോ? അല്ലെങ്കിൽ ഒരു കൊലപാതകമാണോ? ഒന്നുമല്ല. എന്തുകൊണ്ട്? അള്ളാഹ് പറഞ്ഞു, ഇന്നി അറാഫിൽ മനാമി അന്നി അതുപോഴക്ക. അള്ളാഹ് പറഞ്ഞാൽ അത് ചെയ്യാം.
സാധാരണഗതിയിൽ ഒരു മകനെ അറുക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ഏത് മാനദണ്ഡത്തിൽ ചിന്തിച്ചാൽ തെറ്റായിട്ടാണ് മനസ്സിലാക്കുക. എന്നാൽ അള്ളാഹു പറഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്തു? മതനിയമമായി, കൽപ്പനയായി, അനുസരിക്കാൻ നമുക്ക് ബാധ്യതയായി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ് ഒഴികെന്നാണ്. കാന മിനൽ ജിന്നി, അള്ളാഹു വ്യക്തമായി പറഞ്ഞു അവൻ ജിന്നിൽപ്പെട്ടവനായിരുന്നു എന്ന്. ജിന്ന് നമുക്കറിയാം തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യനെ പോലെ തന്നെ കൽപ്പനകളും നിയമങ്ങളും ബാധകമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഫഫസക അൻ അംരി റബ്ബിഹി, അതിനാൽ അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു കളഞ്ഞു. ഫഫസക അൻ അംരി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചു കളഞ്ഞു. അതായത് ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. നമുക്കറിയാം കൽപ്പനകളിൽ നിന്ന് ബഹുഭൂരിഭാഗം ആശയങ്ങളെയും നിരാകരിക്കുന്നവർക്കുള്ള യഥാർത്ഥ കാരണം അവരുടെ അഹങ്കാരമാണ്. നമ്മളോടൊരാൾ കാര്യം പറയുമ്പോൾ അവരെന്താണത് എന്നോട് പറയാൻ, അവൻ ആരാണത് പറയാൻ എന്ന ചിന്തയാണ്. എന്തെങ്കിലും ലാഭമുണ്ടോ സുഹൃത്തുക്കൾ? അത് നരകം വിലക്ക് വാങ്ങുന്ന ഒരു തീരുമാനമല്ലേ ഇബ്ലീസ് എടുത്തത്? കാലാകാലം നരകത്തിലല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? താൻ ജിന്നിൽപ്പെട്ടവനാണ്, അപ്പോൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന് ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും എന്നൊരു അഹങ്കാരവും ധിക്കാരവും ഇബ്ലീസിനെ എവിടെ എത്തിച്ചു? നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ത്? അഹങ്കാരത്തിൻ്റെ ഒരംശം. അത് നമ്മുടെ നരകത്തിലേക്കാണ് എത്തിക്കുക. ആ അഹങ്കാരമാണ് പിശാചിനെ നശിപ്പിച്ച കാര്യം. അള്ളാഹു ചോദിക്കുന്നൊരു കാര്യമാണ്, അള്ളാഹുവിനെ ധിക്കരിച്ച നമ്മുടെ മനുഷ്യ കുലത്തിൻ്റെ പിതാവായിട്ടുള്ള ആദം നബി അലൈഹിസ്സലാമിൻ്റെ ശത്രുവായ, അള്ളാഹുവിൻ്റെ ശത്രുവായ ആ പിശാചിനെ ആത്മമിത്രമാക്കി വെക്കുന്നവരെ കുറിച്ചാണ് അള്ളാഹു ഇനി ചോദിക്കുന്നത്. അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയാഅ മിൻ ദൂനി, അഫതത്തഖിദൂനഹു, അവനെ നിങ്ങൾ സ്വീകരിക്കുകയാണോ, വദുർരിയ്യതഹു, അവൻ്റെ സന്താനങ്ങളെ. അപ്പോൾ ഇബ്ലീസിന് മക്കളുണ്ടോ? ഇബ്ലീസ് വിവാഹം കഴിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ തഫ്സീറിലെ ചർച്ചകളുണ്ട്. പക്ഷേ നമുക്കതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇബ്ലീസിന് ദുർരിയ്യത്തുണ്ട്, സന്താനങ്ങളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്നു. അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്നൊന്നും ഖുർആനും ഹദീസും വ്യക്തമാക്കാത്തിടത്തോളം കാലം നമ്മളതിൻ്റെ പുറകെ പോകേണ്ട ഒരു കാര്യമില്ല. അവന് സന്താനങ്ങളുണ്ട്. ആ സന്താനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയാണോ? ഔലിയ, ആ രക്ഷാധികാരികളായി, മിൻതൂനി എന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് പകരം, എന്നെ വിട്ട് അവനെയും അവൻ്റെ സന്താനങ്ങളെയും നിങ്ങൾ രക്ഷാധികാരികളാക്കുകയാണോ? അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയാഅ മിൻ ദൂനി, എന്നെ വിട്ട് അവനെയും അവൻ്റെ സന്താനങ്ങളെയും നിങ്ങൾ രക്ഷാധികാരികളാക്കുകയാണോ? സുഹൃത്തുക്കളെ, എത്ര കടുത്ത അപരാധമാണ് അതിലൂടെ മനുഷ്യൻ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു, കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നു. ആ അള്ളാഹുവിന് പുറമെ ആ അള്ളാഹുവിനെ കൈവെടിഞ്ഞ് ബിഅ്സ മഖ്താറുലി അൻഫുസിഹിം മിൻ വിലായത്തി ശൈത്താൻ, പിശാച് പറയണതനുസരിച്ച് പിശാചിൻ്റെ ആളായിട്ട് ജീവിക്കാം. അല്ലദീ യഅ്മുറുഹും ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവൻ തിന്മയും അതേപോലെ തന്നെ മ്ലേച്ഛ കാര്യങ്ങളുമാണ് കൽപ്പിക്കുന്നത്. ആർക്ക് പകരം? അൻ വിലായത്തിർ റഹ്മാൻ, അതായത് പിശാചിൻ്റെ വഴി സ്വീകരിക്കുമ്പോൾ അള്ളാഹിൻ്റെ വഴി വിടേണ്ടി വരും. അള്ളാഹിൻ്റെ വഴി വിടാതെ പിശാചിൻ്റെ വഴിയിലൂടെ ഒരാൾക്ക് പോകാൻ പറ്റൂല. ആരാണ് അള്ളാഹു? ഏത് രക്ഷാകർത്തൃത്വമാണ് പിശാചിൻ്റെ രക്ഷാകർത്തൃത്വം സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപേക്ഷിക്കുന്നത്? അല്ലദീ കുല്ലു സആദ വൽ ഫലാഹ് വസ്സുറൂർ ഫീ വിലായത്തിഹി, മനുഷ്യൻ്റെ സൗഭാഗ്യം, സന്തോഷം, വിജയം എല്ലാം അള്ളാഹുവിൻ്റെ രക്ഷകർത്തൃത്വത്തിലാണ്. അള്ളാഹു നമ്മുടെ രക്ഷകനാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും. അതാണ് അൽ ഹസ്സു അൽ ഇത്തിഖാദി ശൈത്താനി അദുവൻ. ഇവിടെ ഖുർആൻ പറയണത് ശൈത്താനെ ശത്രുവായി സ്വീകരിക്കണം എന്നാണ്. എന്താണത്? അത് ആരെങ്കിലും അവനെ മിത്രമായി സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ ലാലിമാണ്. അതും ഈ ആയത്ത് നമുക്ക് കിട്ടും. എന്താണ്? ളുൽമുൻ അഅ്ലം, ഏറ്റവും വലിയ അക്രമമാണ്. എന്താണ് അക്രമം?
മനിത്തഹദ അദുവഹുൽ ഹഖീഖി വലിയൻ. ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ നമ്മൾ രക്ഷാധികാരിയായി സ്വീകരിക്കുക. അതിനേക്കാളും വലിയ ദുൽമന്താ? അതിനേക്കാളും വലിയ ദുൽമന്താ? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ നമ്മൾ രക്ഷാധികാരികളാക്കിയത്. എന്നിട്ട് ഏറ്റവും അധികം നമ്മൾ മിത്രമാക്കേണ്ട അള്ളാഹുവിനെ നമ്മൾ ഉപേക്ഷിക്കുക. അതുകൊണ്ടാണ് അതിനെ ദുൽമ് എന്ന് പറയാൻ കാരണം. ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസിയുടെ രക്ഷിതാവ് ആരാണ്? രക്ഷകൻ ആരാണ്? അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. അല്ലാഹു ആകുന്നു സത്യവിശ്വാസികളുടെ രക്ഷകൻ. അല്ലാഹു എന്ത് ചെയ്യുന്നു? അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് താഗൂതു യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്ത്. എന്നാൽ അവിശ്വാസികൾ, അവിടെ രക്ഷാധികാരികൾ ആരാണ്? താഗൂത്താണ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരാണ്. അവരെന്ത് ചെയ്യുന്നു? യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്ത്. അവർ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ? പിശാചിനെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്ന അധിക ആളുകളും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെന്നുള്ളതാണ്. എല്ലാ തിന്മയും തോന്നിയാസവും ചെയ്യുക, അത് താൻ ചെയ്യുന്നത് തെറ്റല്ലാത്തൊരു കാര്യമാണെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അതിലുണ്ട് എന്നർത്ഥം. നോക്കൂ, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ് വഹും ലക്കും അദുവ്. അവർ നിങ്ങൾക്ക് ശത്രുവാണ്. അള്ളാഹു സംശയലേശമന്യേ പറയാണ്, പിശാചും അവൻ്റെ സന്തതികളും നിങ്ങൾക്ക് ശത്രുക്കളാണ്. ബിഇസലില്ലാലിമീന ബദല. അക്രമികൾക്ക് പകരം കിട്ടിയത് വളരെ മോശമാത്രയാണ്. അക്രമികൾക്ക് പകരം കിട്ടിയത് വളരെ മോശം എന്ന് പറഞ്ഞാൽ പരമകാരുണികനായ ജീവിത സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മുഴുവനും രക്ഷകനായിട്ടുള്ള അള്ളാഹുവിനെ വിട്ട് ജീവിതത്തിൽ എപ്പോഴും അസമാധാനവും ഭയവും തിന്മകളും അതേപോലെ തന്നെ ഇരുട്ടും ഭീതിയും നിറക്കുന്ന ഒരു ജീവിതം, അതാണ് പിശാചിനെ പിൻപറ്റിയുള്ള ജീവിതം. ഇപ്പോൾ അക്രമികളായ, അത് അക്രമി എന്ന് പറയാൻ കാരണം അതാണ്, പരമകാരുണികനായ അള്ളാഹിനെ വിട്ടിട്ട് പകരം മനുഷ്യന് ശത്രുവായ പിശാചിനെ സ്വീകരിച്ചത് കൊണ്ടാണ് അവരെ. എത്ര നല്ലൊരു പ്രയോഗമാണത്. ബിഇസലില്ലാലിമീന ബദല. അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര മോശം എന്നാണ്. എത്ര മോശമായതിനാണ് അവർ പകരം സ്വീകരിച്ചത്. അള്ളാഹുവിന് പകരം പിശാചിനെയാണ് സ്വീകരിച്ചത് എന്നർത്ഥം. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അൽദാ. പിശാചിനെ ആത്മമിത്രമായി സ്വീകരിക്കാൻ യാതൊരു ന്യായവും ഇവർക്കില്ല. യാതൊരു ന്യായവും ഇവർക്കില്ല. എന്തുകൊണ്ടാണ്? മാ അശ്ഹദ്തുഹും, നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. മാ അശ്ഹദ്തുഹും, നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. ഖൽഖസ് സമാവാതി വൽ അർദി, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ. എന്താ? ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ യാതൊരു പങ്കും ഇവർക്കാർക്കുമില്ല. വലാ ഖൽഖ അൻഫുസിഹിം, അവരെ തന്നെ സൃഷ്ടിച്ചതിലും. എന്തു ബന്ധമാണ് ഈ പിശാചിനോട് മനുഷ്യനുള്ളത്? മനുഷ്യന് വസിക്കുവാനുള്ള ഈ ഭൂമിയും സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിൽ പിശാചിന് പങ്കുണ്ടോ? എങ്കിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൊരു ന്യായമുണ്ട്. നമ്മെ ആരെങ്കിലും സൃഷ്ടിക്കുന്നതിൽ പിശാചിന് പങ്കുണ്ടോ? എല്ലാം തന്ന് ഖലഖലക്കും മാഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാ സംവിധാനവും സൗകര്യവും നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ട് നല്ല ഭക്ഷണവും നല്ല ജീവിതവും നല്ല ജീവിത സൗകര്യങ്ങളും ഇണകളെയും സന്താനങ്ങളെയും ഒക്കെ ഏർപ്പെടുത്തി തന്ന ആ അള്ളാഹുവിനല്ലേ സുഹൃത്തുക്കളെ വഴിപ്പെട്ട് ജീവിക്കേണ്ടത്? മനുഷ്യന് ഒരു ഗുണവും വരുത്താത്ത, ഒരു നന്മയും തരാത്ത, നമ്മുടെ സൃഷ്ടിപ്പിൽ യാതൊരു പങ്കും വഹിക്കാത്ത, നാം കാണുന്ന ഈ ജീവിത സൗകര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പങ്കും വഹിക്കാത്ത ആ പിശാചിന് മാ അശ്ഹദ്തുഹും, നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. ഖൽഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ. വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ തന്നെ സൃഷ്ടിപ്പിലും. വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അൽദാ
വഴിപിഴപ്പിക്കുന്നവരെ ഞാൻ സഹായിയായി സ്വീകരിക്കുന്നവനല്ല തന്നെ. വഴിപിഴപ്പിക്കുന്നവരെ നാം സഹായിയായി സ്വീകരിക്കുക തന്നെ ഇല്ല എന്നാണ് അള്ളാഹുവിടെ അറിയിക്കുന്നത്. യുഖ്ബിറു തആല അൻ അദാബത്ത് ഇബ്ലീസ് ലി ആദം വദുർരിയത്തിഹി. ആദമിനോടും തൻ്റെ സന്താനങ്ങളോടും ശൈത്താനുള്ള ആ ശത്രുത അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. സുഹൃത്തുക്കളെ, വളരെ വലിയ ശത്രുവാണ്. നമുക്കെന്താ വെച്ചാൽ ഭൗതികമായി നമ്മുടെ ജീവിതത്തിൽ ഏത് ശത്രുക്കളും നമുക്കുണ്ടാക്കുന്ന വിപത്തുക്കൾക്ക് എന്തുണ്ട് കാര്യങ്ങൾ ഒരു പരിധിയുണ്ട്. ഏറി വന്നാൽ മരണക്കല്ലേ ഉണ്ടാക്കും. എന്നാൽ പിശാച് നമ്മളെ കൊണ്ടുപോകുന്നത് എവിടുക്കാര്യങ്ങൾ ഇന്നമായ ഹിസ്ബഹു ലിയക്കൂനു മിന സുഹാബിസാർ. നരകക്കാരനാവാനാണ്. എവിടെയാണോ നമ്മുടെ ഒരു വീക്ക്നെസ് ഉള്ളത് അവിടെ പിശാച് എന്ത് ചെയ്യും? നമ്മളെ പിറകെ കൂടും. നമ്മളെ ആ വഴിയിലൂടെ നമ്മുടെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ അവൻ പരിശ്രമിക്കും. അതുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഏത് കാര്യത്തിലും. അതിന് അള്ളാഹു ഇവിടെ പ്രത്യേകമായി നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് നൽകുന്ന അള്ളാഹുവിന് പകരം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതികൂല കാര്യങ്ങളിലും പിശാചിന് ഒരു പങ്കുണ്ട്. അശൈത്വാൻ യഅദുകുമുൽ ഫഖർ. എന്ത് ചെയ്തരം ദാരിദ്ര്യത്തെക്കുറിച്ച് പിശാച് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. പട്ടിണിയായി പോവും, ജോലി നഷ്ടപ്പെട്ടു പോവും, ബുദ്ധിമുട്ട് വരും എന്ന് പറയും. അങ്ങനെ നമ്മളെ ഹറാമിലേക്ക് കൊണ്ടുപോകും, നമ്മളെ ഭയപ്പെടുത്തും, മനസ്സുകളിൽ വസ്വാസുണ്ടാക്കും, ആശയക്കുഴപ്പങ്ങളുണ്ടാക്കും. എത്രയോ സഹോദരങ്ങളും സുഹൃത്തുക്കളും യഥാർത്ഥ വിശ്വാസത്തിന് പുറത്തു പോയത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളുടെ ഡൗട്ട് വന്നാൽ ഈ മനസ്സിൽ അവൻ യുക്തിവാദിയായി, നിരീശ്വരവാദിയായി, സ്വതന്ത്ര ചിന്തകനായി. അത്രയേ ഉള്ളൂ പണി. ഏതൊക്കെ വഴികളിലൂടെ ഉണ്ടോ ഒരു മനുഷ്യനെ ഹിദായത്തിന് പുറത്തു കൊണ്ടുപോകാൻ ആ വഴികളൊക്കെ പിശാച് സ്വീകരിക്കും. അതുകൊണ്ട് തിന്മയിലേക്കുള്ള ജീവിതത്തിൻ്റെ യഥാർത്ഥ നിലപാടുകളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ഇതെല്ലാം പൈശാചികമാണെന്ന് തിരിച്ചറിഞ്ഞ് പിശാചിനെ നമ്മൾ ശത്രുവാക്കാൻ നമ്മൾ ഉദ്ദേശിക്കണം. ഇന്നമാ ദാലിക്കുമു ശൈത്താൻ യുഖവ്വിഫു ഔലിയാ ഫലാ തഖാഫുഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. അത് പിശാചാണ്. അവൻ അവൻ്റെ മിത്രങ്ങളെ അവൻ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ അവരെ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെ ഭയപ്പെടുക, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുക, യാതൊന്നും പേടിക്കാനില്ല. നമ്മൾ അള്ളാഹുവിൽ അഭയം തേടിയാൽ അള്ളാഹു അതിന് പരിഹാരമുണ്ടാക്കി തരും ജീവിതത്തിൽ ഏത് കാര്യത്തിലും. അതുകൊണ്ട് പിശാചിനെ ശത്രുവായി സ്വീകരിച്ച് അള്ളാഹുവിനെ മിത്രമായി കണ്ട് പിശാചിൻ്റെ എല്ലാ വഴികളിൽ നിന്നും മാറി സഞ്ചരിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു ഉത്ബോധനമാണ് ഈ രണ്ടായത്തുകൾ നമുക്ക് നൽകുന്നത്. ഒന്ന് നമുക്ക് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ فَفَسَقَ عَنْ أَمْرِ رَبِّهِ أَفَتَتَّخِذُونَهُ وَذُرِّيَّتَهُ أَوْلِيَاءَ مِنْ دُونِي وَهُمْ لَكُمْ عَدُوٌّ بئس للظالمين بدلا ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. പല പ്രാവശ്യങ്ങളായി ഓതി ആശയങ്ങൾ നോക്കി നമ്മുടെ തെളിഞ്ഞ തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ച് നമ്മൾ ഇത് പഠിച്ച് ഉറപ്പുവരുത്താം. അള്ളാഹു ഖുർആൻ പഠിക്കുകയും ആ പഠനം തുടർന്നു പോവുകയും ചെയ്യുന്ന അള്ളാഹു നമ്മെ എല്ലാവരെയും